അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞു ഒരുപാട് കമന്റുകളൊക്കെ വരാറ്. അപ്പൊ അതിനുശേഷം പിന്നെയും ഇപ്പൊ കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഭയങ്കരമായിട്ടൊരു ഭൂമി പിന്നെയും കൊടുക്കില്ലേ നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സണായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല നാളെയോ അല്ലോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് അതാണ് എന്റെ ചോദ്യം. ഇല്ല. അയ്യോ, ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് എന്ന് സോക്കോൾ ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളുടെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനും അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അത് കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അത് പിള്ളേർ മാത്രമല്ല ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് എന്നൊക്കെ മേടിക്കുന്ന കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക് സംഭവമായിട്ട് ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ലൈക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്തു. സോ ആ വേറെ ഇത് ഗിഫ്റ്റ് ഇത് ഞാനല്ലോ, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇവരൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്തൊന്നും അല്ലത്. ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളാണ് ചെയ്യുന്നില്ല ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് പ്രൊഡക്ഷൻ പറയുമ്പോൾ എന്താ പറയുക ഗിഫ്റ്റ് ആണത്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണത്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. നോട്ട് ഫോർ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല. പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ഏതെങ്കിലും രണ്ടുപേരെ ഏതൊരു പെൺകുട്ടീനെ കൂട്ടി നമ്മളെ പേര് പറയുമ്പോൾ ഗോസിപ്പ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ചെറിയതായിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളിൽ മിക്കവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം, ആ രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഞാൻ ഇപ്പോഴും ഇന്റർവ്യൂവിലും ബിഗ് ബോസിലും പറഞ്ഞ എന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ലൈക്ക് അതിപ്പം ലൈക്ക് ഇത് ഞങ്ങളിപ്പോ നിങ്ങളിപ്പോ പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാണുന്ന വീഡിയോസ് ഒക്കെ. ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തൊരു ബോണ്ട് ഷോയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അതിപ്പോഴും ഉണ്ട്. സ്റ്റിൽ അത് മുമ്പോട്ട് അതുപോലെ തന്നെയാണ്. ഒരു ലൈഫല്ലേ വളരെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. എല്ലാരും ഇല്ല. അർജുൻ, ശ്രീതു, ഞാൻ, സിജോ, രതീഷ്. ഇല്ല ജിൻഡോ ഇല്ല. ജാസ്മിൻ ഗബ്രി ഇതിലില്ല. ഫ്യൂച്ചറിൽ ചിലപ്പം കാണാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല, നമ്മള് മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യന്റെ കണ്ണടയ്ക്കുമ്പോ ഗബ്രി ജാസ്മിൻ കാണുന്നു, അവിടെ ഗബ്രി ജാസ്മിൻ ഉണ്ടാവും.